ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി കടലക്കറിയുടെ റെസിപ്പിയാണ്. ഒരു അടിപൊളി നാടൻ കടലക്കറി, നമ്മൾ വറുത്തരച്ചിട്ടുണ്ടാക്കുന്ന കടലക്കറി. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാരാണ് കേട്ടോ. അത് ചോറിനാണെങ്കിലും ശരി, ദോശയ്ക്കാണെങ്കിലും ചപ്പാത്തിക്കും എല്ലാത്തിനും അടിപൊളി ടേസ്റ്റാണ്. അത് ഞാൻ കടല തലേന്ന് രാത്രി തന്നെ കുതിർത്തി വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകിയെടുക്കാൻ വേണ്ടി ഒരു കുക്കറിലേക്ക് ഇട്ടെടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായി കഴുകിയെടുക്കുക. അതിന് ശേഷം പാകത്തിന് വെള്ളവും വെച്ചിട്ട് നമുക്ക് കടല ഒരു 5-6 വിസിലിനെങ്കിലും വേവിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഒരു കറക്റ്റ് വേവ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ വേവിക്കാൻ വേണ്ടി അടുപ്പത്ത് വയ്ക്കാം. പിന്നെ നമുക്ക് ഇതിന് വേണ്ടുന്നുള്ള ചേരുവകളൊക്കെ റെഡിയാക്കി വെക്കണം. ഞാനിവിടെ ഒരു സവാള, ഒരു തക്കാളി, ഒരു പീസ് ഇഞ്ചി, 2-3 വെളുത്തുള്ളി ഇതുപോലെ കുനുകുന കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കറിവേപ്പില കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ നല്ല നൈസായിട്ട് ചിരകിയിട്ടുള്ള തേങ്ങയാണ്. ഇത് നമുക്ക് വറുത്തെടുക്കുകയാണ് വേണ്ടത്. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ഗോൾഡൻ കളറാവുന്നവരെയും നമുക്കിതൊന്ന് മുരിയിച്ചെടുക്കണം. ഇത് നമ്മുടെ തേങ്ങ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി, ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ വളരെ കുറച്ച് മുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എൻ്റെ മുളക് പൊടിക്ക് ഭയങ്കര എരിവാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. അതുപോലെ കുറച്ച് കുരുമുളക് പൊടി ഇതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ചെറിയ ജീരകം, അതാണ് ഇതിലേക്ക് വേണ്ടുന്ന വേറെ ഒരു ഐറ്റം എന്ന് പറയുന്നത്, അതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ പൊടികൾ ചേർത്ത ഉടനെ തന്നെ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. ബാക്കി ആ ഒരു ചൂടിൽ തന്നെ നമുക്ക് പൊടികളുടെ പച്ചമണമൊക്കെ മാറി കിട്ടിക്കോളും. ഇനി നമുക്കൊരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി അരിഞ്ഞ് വെച്ചിട്ടുള്ള ഐറ്റംസൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി അതുകൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നവരേക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള കൂടി ചേർക്കുക. സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് ഉപ്പ് കൂടി ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നോളും, പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടിക്കോളും. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് പെട്ടെന്നൊന്ന് രണ്ടും കൂടി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അടപ്പ് വെച്ചിട്ടൊന്ന് മൂടി വയ്ക്കാം. അപ്പോഴത്തേക്ക് സവാളയൊക്കെ വെന്ത് നന്നായി കുഴഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു അടപ്പ് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റേക്കൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഇതിപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നോക്കിക്കാൻ സവാളയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് കയ്യിൽ വെച്ചിട്ട് തന്നെ പ്രസ് ചെയ്തിട്ട് ഉടച്ചു കൊടുക്കുക. നന്നായി ഉടച്ചു കൊടുക്കുക. നന്നായി ഉടച്ചു കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ കടലയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, നന്നായി ഒരു 5-6 വിസിൽ കൊണ്ട് തന്നെ നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്കൊരു കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മിശ്രിതം നമ്മുടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ തേങ്ങ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. എത്രമാത്രം ഗ്രേവി വേണോ അത്രമാത്രം വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഉപ്പൊക്കെ നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് തിളക്കാൻ അനുവദിക്കണം. നന്നായി തിളച്ച് കുറുകി വരട്ടെ. അതെല്ലാം കൂടി ഒന്ന് മിക്സ് ആവണം. അരപ്പും കടലയും എല്ലാം കൂടി മിക്സായിട്ട് വരണം. അപ്പോൾ നോക്കിക്കോ, ഒരു 5-10 മിനിറ്റോളായിട്ടുണ്ട്. നല്ല
നല്ല മണം വരുന്നുണ്ട്. കടലക്കറിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് വറുത്തരച്ചുണ്ടാക്കിയാൽ. ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്തായാലും എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണേ. അവസാനമായിട്ട് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് പച്ച വെളിച്ചെണ്ണ. അത് ഇതുപോലെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പൊളി. നമുക്ക് ഏതിൻ്റെ കൂടെയാണെങ്കിലും ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.